ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഈ സമയം ചിന്തയ്ക്കാടുന്ന വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാൾ തലയുള്ള വാൾ പുറപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാൾ തലയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് യോഹന്നാന് കാണുവാനായി മനസ്സിലാക്കുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷാ സമയം നാം കർത്താവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് ആശ്വാസം നൽകുന്ന വാക്കുകൾ, കർത്താവിൻ്റെ വായിൽ നിന്ന് ധൈര്യം നൽകുന്ന വാക്കുകൾ, കർത്താവിൻ്റെ വായിൽ നിന്ന് പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് സംസാരിപ്പാനും വീഴുവാനുമായിടയായി തീർന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ നോക്കിയേ, അവിടെ ആശ്വാസത്തിൻ്റെ വാക്കാണ് നമ്മുടെ യേശു കർത്താവ് പറയുവാനായിടയായി തീർന്നത്. ആമേൻ. നാം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ജനം ആശ്ചര്യപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ ലാവണ്യമുള്ള വാക്കുകളായിരുന്നു. ആ വാക്കുകളെ ജനം കേട്ടിട്ട് അവർ വളരെ ആശ്ചര്യപ്പെടുവാനായിടയായിത്തീർന്നു, അവർ അതിശയപ്പെടുവാനായിടയായിത്തീർന്നു, അവർ അത്ഭുതപ്പെടുവാനായിടയായിത്തീർന്നു. അത്രമാത്രമുള്ള ലാവണ്യമുള്ള വാക്കുകളായിരുന്നു കർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുവാനായിടയായിത്തീർന്നത്. ഇത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, യേശു കർത്താവ് യൂദയോടുള്ള ബന്ധത്തിൽ യേശു യൂദയോട് പറയാണ്, സ്നേഹിത എന്നുള്ളൊരു പദമാണ് കർത്താവ് അവിടെ ഉച്ചരിപ്പാനായിടയായിത്തീർന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ സംസാരിക്കുമ്പോൾ തന്നെ 12 ഒരുത്തനായ യൂദായും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവിൻ എന്ന് അവർക്ക് ഒരടയാളം കൊടുത്തിരുന്നു. ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന്, റബീ, വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യമെന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിപ്പാനായിടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോക്കിയേ, കർത്താവായ യേശുവിനെ അമ്മയെ 30 വെള്ളിക്കാശ് വാങ്ങി ഒറ്റിക്കൊടുക്കുവാനായിട്ട് മുന്നോട്ട് കടന്നു വന്ന ആമേന് ആ യൂദായെ കർത്താവ് കണ്ടിട്ട് അവനെ വിളിച്ച പദമാണ് സ്നേഹിത എന്നാണ് വിളിപ്പാനായിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം മത്തായി സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വരുവാനായിടയായി തീർന്നു. അവിടെയും കർത്താവ് ആ രോഗം പിടിപെട്ട സ്ത്രീയെ കർത്താവ് കണ്ടിട്ട് അവളെ വിളിച്ച പദമാണ്, മകളെ, നീ ധൈര്യപ്പെടുക.
ഹല്ലേലൂയ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വരുവാനായിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനമെന്ന് പേർ പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണ് ദൈവവചനമെന്ന്. വെളിപ്പാട് 19:15 ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മതിക്കുന്നു. സ്തോത്രം. അപ്പോൾ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുകയാണ് ചെയ്യുന്നത്. എബ്രായലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൾ തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പോൾ നോക്കിയേ, ദൈവത്തിൻ്റെ വചനം വെളിപ്പാടിൽ പറയുന്നത് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. എബ്രായലേഖനത്തിൽ വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതായി ഇരുവാൾ തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള വചനമാണ്, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയോട് പറയുന്ന 6-ാം അധ്യായം 17-ാമത്തെ വാക്യം, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിനെ വാളും കൈക്കൊള്ളിൻ എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കലേഖനം 2-8 വാക്യത്തിൽ, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവ് യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14 മുതൽ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അവിടെയും തൻ്റെ വായിലെ വാളുകൊണ്ട് പോരാടുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:29 എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യോഹന്നാൻ 12:48 എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നുണ്ട്, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പോൾ നോക്കിയേ, ന്യായവിധിക്കുള്ള ഉപകരണം എന്താണ്? അത് ദൈവവചനം തന്നെയാണ്. സങ്കീർത്തനം 7:11-12 പറയുന്നത്, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു, മനം തിരിയുന്നില്ല എങ്കിൽ അവൻ തൻ്റെ വാളിന് മൂർച്ച കൂട്ടും, അവൻ തൻ്റെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. 50-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിൽ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകയില്ല. ഹല്ലേലൂയ. യോഹന്നാൻ 12:48 എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഹല്ലേലൂയ. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് ആശ്വാസം നൽകുന്ന വാക്കുകളായിരുന്നു, ധൈര്യം നൽകുന്ന വാക്കുകളായിരുന്നു, സമാധാനത്തിൻ്റെ വാക്കുകളായിരുന്നു, പ്രത്യാശ നൽകുന്ന വാക്കുകളായിരുന്നു കർത്താവിൻ്റെ അധരമെന്ന് പറഞ്ഞത്. എന്നാൽ അന്ത്യന്യായവിധി നാളിൽ കർത്താവ് സംസാരിച്ച വചനം അല്ലെങ്കിൽ നമ്മുടെ കരങ്ങളിൽ നൽകിയ വിശുദ്ധ ബൈബിൾ വെച്ച് യേശു അന്നാളിൽ ന്യായം വിധിപ്പാനായിടയായിത്തരും. ആ ന്യായവിധിയിൽ നേരോടെ ആയിരിക്കും കർത്താവ് ന്യായം വിധിക്കുന്നത്. മുഖപക്ഷം നോക്കാതെ നടത്തുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ വലിയ സ്ഥാനമാനങ്ങൾ കണ്ടെന്നു വരാം. ലഭിച്ച സത്യത്തിന് ഒത്തവണ്ണം ജീവിച്ചാൽ നമുക്ക് പ്രതിഫലം ലഭിക്കുവാനായിടയായിത്തരും.
അല്ലെങ്കിൽ ആമേൻ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുവാനായിടയാകും. ആകയാൽ ഈ നിമിഷത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആമേൻ സ്തോത്രം, ഒരു ന്യായവിധിയുണ്ട്. അത് ആമേ കർത്താവ് സംസാരിച്ച വചനം വെച്ചായിരിക്കും നമ്മുടെ കർത്താവ് ന്യായം വിധിക്കുന്നത്. അതാണ് ഇവിടെ വായിച്ചത്. ഒരു വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാൾ തലയിലെ വാൾ പുറപ്പെടുന്നു. ആ വാൾ ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ആകയാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തെ പ്രമാണിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിച്ച് അവയെ നാം ഓരോരുത്തരും നിത്യജീവിലേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഏവരെയും അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.